നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഗോൾഡ് ഇരുന്ന സ്ഥലത്തിൽ തന്നെ ഇരിക്കുന്നുവെന്ന് പറയുന്നു. പക്ഷേ ഇന്റർനാഷണൽ മാർക്കറ്റിൽ കുറച്ച് ഏറ്റമുണ്ട്. 10,000-ന്റെ മുകളിലാണ് സ്ട്രെയിറ്റ് ആയിരിക്കുന്നത് 22 ക്യാരറ്റ് ഗോൾഡ്. 16,375 രൂപയിൽ ഇരിക്കുന്നു 24 ക്യാരറ്റ് ഗോൾഡ്. 1,45,000 രൂപയ്ക്കാണ് സിൽവർ. 1.50 പൈസയ്ക്കാണ് റുപ്പി ഇപ്പോൾ ഇരിക്കുന്നത്. എന്തുകൊണ്ട് ഇത് ഇമ്പ്രൂവ് ആയിരിക്കുന്നു എന്നാൽ കച്ച എണ്ണയുടെ വില കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. 87.8 വന്നിരിക്കുന്നത്. എന്താണ് ഈ $7 കുറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇറാനും ഒമാനും ഞങ്ങൾ സംസാരിക്കും, മോസിനെ തുറക്കും എന്ന് പറഞ്ഞ ഉടനെ അത് ഇറങ്ങിയായിരുന്നു. നിഫ്റ്റി വന്നിട്ട് ഗില്ലി പോലെ മേളിലിരുന്നു ഇന്നലെ രാവിലെ. ഇപ്പോൾ പല്ലി പോലെ ഇറങ്ങി 48 ചെന്നിരിക്കുന്നു. ഗില്ലി പല്ലിയായിട്ട് മാറി 48 പോയിന്റ് മൈനസിലിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ വന്നിട്ട് ഈ CAS ടൈമാണ്. ഇത് കാരണം പല്ലിയെ തെളിച്ച് ഗില്ലിയായിട്ട് മാറ്റിയാലും മാറ്റും. ബാങ്ക് നിഫ്റ്റിയാണ് ഇതിൻ്റെ മെയിൻ കാരണം. 400 പോയിന്റ് പ്ലസ്സിലിരിക്കുന്നു. IT ഡൗൺ ആണ്. ഓട്ടോ ഫ്ലാറ്റ്. ഫാർമ ആൻഡ് FMCG പ്ലസ്സിലിരിക്കുന്നു. ഇതാണ് മാർക്കറ്റ്. ഇന്ന് മാർക്കറ്റിൽ മെയിൻ മൂവ്മെൻറ്റ് ഓഫ് സ്റ്റോക്ക് വന്ന് ഡിവിസ് ടാബ് 1.5%, തങ്കമയിൽ 1.4, ഇൻഫോസിസ് -1.5. ഗോൾഡ് വില കയറിയിടത്തിൽ ഗോൾഡ് ക്യാഷ് ഫോർ ഗോൾഡ് നീഡ്സ് ജ്വല്ലേഴ്സിൻ്റെ അടുത്ത് ഒരുപാടായിരിക്കുന്നു. ജനങ്ങൾ ഗോൾഡ് ഒരുപാട് കൊടുത്തുകൊണ്ട് കാശ് വാങ്ങിക്കൊണ്ട് പോകുന്നു. തിരികെ ഇറങ്ങുമെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ പാടാണ്, നടക്കൂല, വളരെ പാട്. കല്യാൺ ജുവലേഴ്സ്, ജോസ് അലിക്കാസ് ഇവരൊക്കെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഒരുപാട് ഗോൾഡ് വിൽക്കുന്ന നിലയ്ക്കിരിക്കുന്നു. ഈ US വന്നിട്ട് ഈ റെയിൻ ഡ്രോപ്പ് പോലെ ഇപ്പോൾ കടന്ന് ഒരുപാട് കൂട്ടി വച്ചിരിക്കുന്നു. ലോങ് ടേമിൽ റിസ്ക് കൂടുതലായി. യുഎസിൻ്റെ ഫെഡറൽ റേറ്റ് $2.4 ട്രില്യൺ 2000 ഇരുന്നു. അതിൻ്റെ ശേഷം 32.3 ട്രില്യൺ ആയിട്ട് മാറി. ഇന്ന് 40 ട്രില്യൺ ആയിരിക്കുന്നു. 33.7 GDP ടൗൺ. ഇപ്പം 100ൻ്റെ മുകളിൽ എക്സസ് ആയിട്ട് ചെന്നിരിക്കുന്നു. ഇത് കാരണം ലോങ് ടേമിൽ റിസ്ക് ഇരിക്കുന്നു. റിസ്ക് തന്നെ ഡോമിനേറ്റ് ചെയ്യും. മോണിറ്ററി പോളിസി പല്ല് പിടുങ്ങിയ പാമ്പായിട്ടിരിക്കും. അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നു. ഇതിൽ ഇൻകം ടാക്സും ടോട്ടൽ ടാക്സ് കളക്ഷനും അങ്ങനെ ഡിക്ലൈൻ ആകുന്നു. ഒക്കെ ചേർത്ത് അമേരിക്കയിൽ ഭയങ്കര പ്രഷറാണ്. റഷ്യയും യുക്രൈനും ഗുസ്തിയിട്ടതിൽ ഇന്ത്യക്ക് സൺഫ്ലവർ ഓയിലിൻ്റെ വില ഏറിയിരിക്കുന്നു. പട്ടാണിയുടെ വിലയും ഏറിയിരിക്കുന്നു. ഇവിടെയും തന്നെ എഡിബിൾ ഓയിലിൻ്റെ വിലയും ഏറിയിരിക്കുന്നു. നമ്മളെ സ്ഥലങ്ങളിൽ ഈ പഞ്ചസാര, ടീ, എഡിബിൾ ഓയിൽ, അരി, മുട്ട ഇതിൻ്റെ വില ഒക്കെ ഭയങ്കരമായിട്ട് ഏറിയിരിക്കുന്നു. ഇൻഫ്ലേഷനിൽ മാത്രം വില കയറിയില്ല എന്നാണ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ പറയുന്നത്. നിങ്ങൾ മാർക്കറ്റിൽ ചെന്ന് വാങ്ങിയോണ്ട് ഇത് സത്യമാ ഇല്ലയെന്ന് നിങ്ങൾ പറ. ഇറാനിന് നമ്മൾ ബാസ്മതി റൈസ് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അമേരിക്കയ്ക്ക് അവരുടെ എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടി വരും. കാരണം ബാസ്മതി റൈസ് എക്സ്പോർട്ട് ഇറാൻ അടിപെടാമെന്നാണ് വിചാരിക്കാൻ പാടുന്നു. ഇപ്പോൾ ലോഹ സാധനം ചെയ്തിരിക്കുന്നു ഈ സെൻസെക്സ്. 697 ദിവസമായി എന്ന് പറയുന്നു. നിങ്ങൾ വിഷമിക്കേണ്ട. ഇന്ന് ഉടച്ചാക്കുമ്പോൾ 98, 2 ദിവസം കൂടെ ചെന്നെങ്കിൽ 700 ആവും. 700 ദിവസത്തിൽ റെക്കോർഡ് ഹൈ തൊടാതെ ജസ്റ്റ് 2 ഇയേഴ്സ് 2012 വരയ്ക്കും ചെന്നിരിക്കുന്നു. ഇത്രയും വീക്കായിട്ട് മാർക്കറ്റ് സെൻസെക്സ് ഇരുന്നതില്ല. 2 ഇയർ ലോ ആണ്. ഇന്ന് 697. ഇന്ന് തീരുവാണെങ്കിൽ 698. നാളെയും തീർന്നില്ലെങ്കിൽ 699 എന്ന് 700 കൂടെ എത്തും. പിന്നെ FIS വന്നിട്ട് $50 ബില്യൺ വിറ്റിരിക്കുന്നു. ഇതാണ് കാരണം. ഇത് വളരെ തെറ്റെന്നാണ് പറയുന്നത്. അമ്മയർ പറഞ്ഞത് എനിക്ക് ഓർമ്മ ഉണ്ട്. FII എത്ര വേണമെങ്കിൽ വിറ്റോ. ഞങ്ങളാണ് ആ സ്റ്റോക്ക് അബ്സോർബർ ഇല്ലാതായിപ്പോയി. ഇപ്പോൾ വെളിയിൽ വന്ന് നിൽക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അവർക്കറിയുന്നില്ല. അമേരിക്കയിൽ വാല്യുവേഷൻ വളരെ കൂടുതൽ ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നു. സൈറ്റ്ലി വി അഡ്ജസ്റ്റ് ദി PE റേഷ്യോ. അതായത് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് PE റേഷ്യോ ഹിസ്റ്റോറിക് ഹൈനൊക്കെ ഉടയ്ക്കുമെന്ന് പറയുന്നു. ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ ഒരു കറക്ഷൻ ആയെങ്കിൽ ഉള്ള സ്ഥലങ്ങളിലും വളരെ പാടാണ്. ഡൽഹി ഹൈക്കോർട്ട് വന്നിട്ട് ITCയുടെ പേറ്റൻറ്റ് വന്നിട്ട് 100% ആട്ടായര അതിനെ ഒരു ലോക്കൽ ആൾ ഒബ്ജക്റ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ടെമ്പററി ആയിട്ട് ഡൽഹി ഹൈക്കോർട്ട് അതിന് അപ്രൂവൽ കൊടുത്തിരിക്കുന്നു. ITCനെ എന്തെങ്കിലും ഒരു ഗണ്ഡം വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതുപോലത്തെ ഇഷ്യൂ ഇരിക്കുന്ന കാരണം ITC ഷെയർ ചെക്കിലിരിക്കുന്നു. അറ്റ് ലോങ് ടേമിന് നല്ല പൊസിഷനിലോട്ടാണ് ഇരിക്കുന്നത്. നാറ്റ്കോ വന്നിട്ട് ഇന്നും ഒരു 14 ബില്യൺ ഇട്ട് പൊസിഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ട് $22 ബില്യൺ. ഈ കമ്പനി വന്നിട്ട് പന്നീർ കിഡ്നി ഡെവലപ്പ് ചെയ്യുന്നു. പന്നീർ കിഡ്നി ഈ ഹ്യൂമൻ ബീയിങ്ങിന് വെച്ച് അവർ ഒരുപാട് കൊല്ലം ജീവിച്ചിട്ടുമുണ്ട്. പക്ഷേ എല്ലാവർക്കും അത് അഡാപ്റ്റ് ആയില്ല. നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഡോക്ടർ റെഡ്ഡി വന്നിട്ട് ഒരു തനി ഡിവിഷനായിരിക്കുന്ന ഓറിജിൻ
പറയുന്ന ആൾ ഈ തനിയായിട്ട് മാനുഫാക്ചറിങ് ഡീലൊക്കെ ചെയ്തിരിക്കുന്നു. അല്ല കമ്പനിയോടൊപ്പം സംസാരിച്ച് ടോപ്പ് 20 പ്രോഡക്ട്സ് ചെയ്യാൻ റെഡി ആയിരിക്കുന്നു. ഫെറൈൽ ഇഞ്ചെക്ഷൻസ്, ബയോളോജിക്സ്, ഓപ്പിക്കൽ ഫോർമുലേഷൻസ് പ്ലസ് കനഡ എമർജിൻ മാർക്കറ്റ്സിനെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നു. ഫാർമ വന്നിട്ട് ഡൽഹി ഹൈക്കോർട്ടിനെ അപ്രോച്ച് ചെയ്യുന്നു. ഇവരൊക്കെ ഇവരെ പാക്കേജിംഗ് ബാൻഡിനെ വെച്ച് കോപ്പി ചെയ്യുന്നു എന്ന് പറയുന്നു. ഡൽഹി ഹൈക്കോർട്ട് വന്നിട്ട് ടെമ്പററി ആയിട്ട് അവർക്ക് കൈ കൊടുത്തിരിക്കുന്നു. അതായത് ആരും ഇതിനെ യൂസ് ചെയ്യരുതെന്ന്. 10 ദിവസത്തിൽ ഇതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. ഇന്ത്യൻ IT സ്റ്റോക്സിൽ ക്യാപ്സ് ഒക്കെ വന്ന് ട്രെയിൻ ഗ്രൗണ്ട് ഇക്വിറ്റി ബാങ്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ഈ IT മിഡ് ക്യാപ്പ് ഒക്കെ ക്യാപ്ചർ ചെയ്തിരിക്കുന്നു. PSFI വന്ന് അത് ഇൻറ്റൻസിഫൈ ആയിരിക്കുന്നു. ഹീറോ എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ ഡീലർഷിപ്പിനെ റീസെറ്റ് ചെയ്ത് EV ആൻഡ് ന്യൂ ഗ്രോത്ത് അവന്യൂസ് ഒക്കെ നോക്കുന്നു. EV നോക്കിയതുപോലെ ന്യൂസ് ഇല്ല. ലയൻസ് വന്നിട്ട് ആന്ധ്രാപ്രദേശിൽ ഒരു വലിയ അലുമിനിയം ഫാക്ടറി ഇടാൻ പോകുന്നു. ഇത് വന്നിട്ട് 2.73 ട്രില്യൺ അസിക്വേഷൻ ബോണ്ടോടെ ചേർന്നിടാന്നാണ് അവർ വിചാരിക്കുന്നു. ആൽക്കോയും മൈന്തന്തയ്ക്ക് ഇതൊരു വലിയ കോമ്പറ്റീഷൻ ആയിട്ട് എവോൾവ് ആകും. LNDR വന്നപ്പോൾ അടിച്ചിരുന്നത് പോലെ ഇപ്പൊ അത് വളരെ നന്നായിട്ട് പേ ഓഫ് ചെയ്തിരിക്കുന്നു. 50,000 കോടിക്ക് മേളിൽ ഓർഡർ എടുത്തിരിക്കുന്നു. ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് മോട്ടോഴ്സ് വന്നിട്ട് 5G പവർ സിയറ EV ലോഞ്ച് ചെയ്യാൻ പോണതായിട്ട് പറഞ്ഞിട്ടുണ്ട്. IDFC ഫസ്റ്റ് ബാങ്ക് വന്നിട്ട് $50 ബില്യൺ 5 ഇയർ സിസ് ബോണ്ടിന് 5.80 വാങ്ങുന്നു. ഈ സമയം യെസ് ബാങ്ക് മറ്റാൾക്കാരും എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ കളർ ബാങ്ക് ബോണ്ടിന്റെ ഫണ്ടിങ് കോസ്റ്റ് വളരെ കൂടുതൽ ഇരിക്കുമെന്ന കാരണത്താൽ ഉണ്ടാതെ ഇതിനെ വാങ്ങാതെ വിട്ടു. അരുൺ ബീവറേജസ് വന്നിട്ട് ആൽക്കഹോൾ സ്പേസോട്ട് എൻ്റർ ആകാതെ എന്ന് പറയുന്ന ഒരു ബാനർ റിലീസ് ചെയ്തിരിക്കുന്നു. ട്രംപ് വന്നിട്ട് കനഡയുടെ മേലൊരു വലിയ സാങ്ഷൻ ഇട്ടു. ഇമീഡിയറ്റ് കോൺട്രാക്ട്സ് നോട്ട് വന്ന് കുറച്ച് ചെറിയ എമൗണ്ടിൽ ചെയ്തിരിക്കുന്നു. 10% ഡ്യൂട്ടി അമേരിക്കയുടെ മേളിൽ ഇട്ടിരിക്കുന്നു. അമേരിക്ക മേളിൽ ഒരു 50% ഡ്യൂട്ടി ഇട്ടിരിക്കുന്നു കനഡ. അതിന്റെ പേരിൽ ഒരു 50% ഡ്യൂട്ടി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും വെച്ച് അവരെ നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട് ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിനെ ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 - 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുങ്ങൾക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇതുമൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.